ഏതാ ഇതിനിപ്പോ ആര് കുട്ടിയത്? എവിടുന്ന് ചെങ്ങലൊട്ടിച്ച് വന്നതാണാവോ? ഏതത്? ചുട്ടുടുമണി ചുണ്ടുടുമണി, മോന്റെ വീട് എവിടെയാ? മോനൂസേ, വൈതെറ്റി വന്നതാ തോന്നുന്നുണ്ട്. മോനൂസിന്റെ പേരതാ അവിടെ എവിടെങ്കിലും കേൾക്കൂട്ടോ. ഏഞ്ച് പോയിക്കോ. ശരി. എവിടെയാണോ കടന്നു തുടങ്ങണേ? അതൊക്കെ പോട്ടെ, രമന്റെ മോള് ഒളിച്ചോടിക്ക. എനിക്കറിയില്ല എന്റെ പൊന്നാര കുൽസു. ഞാൻ ഈ തോട്ടത്തിൽ ഇറങ്ങി പണി എടുത്തോണ്ട് നിൽക്കുമ്പോ ഈ ചെറുക്കൻ വന്ന് മൂട്ടുക്കൊരു കുത്തലുണ്ട് കുത്തിക്കണ്. ഇത് പാര കുട്ടിയാണ്, ഏതാണെന്ന് ഒന്നും അറിയണില്ല. ഇതിനോടാണെങ്കിൽ ചോദിച്ച അപ്പ വന്ന് നെഞ്ചത്തേക്ക് കേറുക. അതാണ് ഇതിന്റെ സ്വഭാവം. ഏതാ കുട്ടി? അപ്പൊ ഏതാ കുട്ടി എനിക്ക് അറിയില്ല. എനിക്കറിയില്ല എന്റെ ഇവളേത് ഏതാ സാധനം എന്നുള്ളതൊന്നും. ഞാൻ വിചാരിച്ചു എവിടുന്ന് വൈതെറ്റി വന്നതാണെന്നാണ്. പേരെ ചോദിച്ച മോന്തക്കടിക്ക. അതാണ് ഇതിന്റെ സ്വഭാവം. നോക്കിയാണ് അങ്ങോട്ട്. ഇതേതാ പോകുമ്പോ അധോലോകത്തേക്ക് വന്നതാ തോന്നുന്നു. എനിക്കറിയില്ല എന്റെ ഇവളെ കുൽസു എന്താ കാട്ടേണ്ടത്. ഇപ്പൊ വല്ലാത്തൊരു ചൊറ പരിപാടി ആയിക്കണേ. നമ്മക്കേ പേരേക്ക് കേറിയിരുന്നാലോ? അല്ല, ഞാൻ കുടുംബത്തിലേക്ക് പോകുന്നിറങ്ങി, ഞാൻ അങ്ങോട്ട് പോവാ. കുൽസോ, ഒരുമാതിരി ചെറ്റ സ്വഭാവം എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഇത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിലേ, കാരണം ഇജ്ജാണ് ഇവിടെ നിന്നിട്ട് അന്നെയാണോ അവന് അടിച്ചു വീഴ്ത്തിട്ടത്. അപ്പൊ ഇജ്ജു ഇതിൽ എന്തായാലും പ്രതിയായിരിക്കും. മര്യാദക്ക് പെരേക്ക് വന്നോ. ഇതിനൊരു തീരുമാനമാക്കി ഇതിനെ പെരയിലാക്കി കൊടുത്തിട്ടില്ലെങ്കിലേ നമ്മൾ രണ്ടാളും കുടുങ്ങൂട്ടോ. ഇത് പണ്ടാലും നമുക്ക് നേരത്തെ അവർക്ക് വരാൻ തോന്നുന്നു. കുൽസോ, ഇജ്ജ് വരുന്നില്ലേ? ആ, ഞാൻ വരികയാണ്. അല്ല കുൽസു, എന്താ ഇതിനെ ചെയ്യാ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടണില്ല. ഇതാണെങ്കിൽ ചോദിച്ചിട്ടൊന്നും പറയണമില്ല. അതെനിക്ക് കുട്ടികളോട് ചോദിക്കാൻ അറിയാത്തോണ്ടാണ്. അന്നെ കണ്ട് പേടിയാണ് കുട്ടി. ഞാൻ ചോദിച്ചു മനസ്സിലായി. അതാണ് മേഘം. ഞാൻ മോന്റെ പേരെവിടെ? ആഹാ, ഇന്ത്യയിലെ വേറെ ഐഡിയ. സിദ്ധാർത്ഥന്റെ കുട്ടിക്ക് മുട്ടായി വാങ്ങി തരുമല്ലോ. സുന്ദരനാണല്ലോ. അതൊക്കെ നോക്കിക്കോട്ടോ. മോന്റെ പേരെവിടെ? ഹലോ, ആരുല്ലേ ഇവിടെ? ഹലോ,
അതെ താത്ത, ഒരു കുട്ടി ഇപ്പോൾ ഓടിയത് കണ്ടായിരുന്നോ? എന്റെ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടിക്ക് കുറച്ച് കുസൃതി കൂടുതലായതുകൊണ്ട് ഏത് വഴിക്ക ഓടിയെന്ന് അറിയില്ല. ഇങ്ങോട്ട് എങ്ങാനും വന്നിട്ടുണ്ടായിരുന്നോ? അല്ല, കുട്ടിന്റെ പേരെന്താ? കുട്ടിന്റെ പേര് കുഷ്കിന്ദൻ എന്നാണ്. ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ? വന്നാ ഒന്ന് സൂക്ഷിക്കണ നല്ലതായിരിക്കും. എപ്പോഴാ അടി വീഴാന്ന് പറയാൻ പറ്റില്ല. വീണതൊക്കെ വീണിക്ക്. ഒന്ന് വിളിച്ചോണ്ട് പോവതിനെ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. നമ്മൾ കുറച്ച് ആയില്ലേ നമ്മള് സ്കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണം, നബിദിനം, അത് ഇത്, കല്യാണം, സംക്രാന്തി എന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സ്കിറ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ കുറെ വ്ളോഗും കാര്യങ്ങളും അതിന് കുറച്ച് ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മൾ ബാക്ക് ടു വന്നിരിക്കുകയാണ് നമ്മളുടെ സൈനബാൻഡി കുൽസുവിന്റെ അടുത്തേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഞങ്ങളെ കൊണ്ട് ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്താൽ പുതിയ ക്യാരക്ടറായി. പക്ഷെ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിടിച്ചരാൻ വേറെ ക്യാമറാമാനും സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിന്റെ ചെറിയൊരു കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇതൊന്നും നല്ല സെറ്റായി കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, പിന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.